അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ടയറിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയമുള്ളവരൊക്കെ മൊത്തത്തിനൊന്ന് കാണുക. കാരണം ടയർ എടുക്കുന്ന ആൾക്കാർ, പിന്നെ ടയറിനെ കുറിച്ച് അറിയേണ്ടവർ, പിന്നെ അതേപോലെ ഈ ടയറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടേണ്ടവർ, പിന്നെ അതേപോലെ അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഓഫ് ആൾക്കാർ കാണുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ സമയമുണ്ടെങ്കിൽ ഇതൊന്ന് വിശദീകരിച്ചൊന്ന് കണ്ടാൽ നന്നാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം നമുക്ക് ടയറിൻ്റെ സൈസ് പരിചയപ്പെടാം. 205/60/16 ടയർ സൈസ് വരുന്നത്. അപ്പോൾ ടയറിൻ്റെ സൈസ് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് കമ്പനിയാണ്. കമ്പനി ബ്രിഡ്ജിസ്റ്റോൺ. അപ്പോൾ അത് അടിപൊളിയായിട്ട് ഇവിടെ എഴുതിയിട്ട് ഉണ്ട്. ഇത് ചെത്തിയിട്ടോ ഒന്നുമില്ല, കമ്പനി അതിൻ്റെ മുകളിൽ കറക്റ്റ് ഉണ്ട്. ഇത് ഇമ്പോർട്ടഡ് ടയറാണ്. ഹോണ്ട അക്കോർഡ്, ഹോണ്ടായി എലാൻത്ര, ഷവർലെ ക്രൂസ്, കിയ ഒപ്റ്റിമ, മാഗ്നറ്റ്, റെനോ ഫ്ലുവൻസ്, പിന്നെ അതേപോലെ ഫോർഡ് എക്കോസ്പോർട്ട്, പിന്നെ ഹ്യൂണ്ടായിൻ്റെ ക്രെട്ട, പിന്നെ അതേപോലെ തന്നെ വരുന്നത് വോക്സ്വാഗൻ്റെ ടൈഗൂണ്, സ്കോഡ കുഷാക്ക്, പിന്നെ അതേപോലെ മാരുതി സുസുക്കി എസ് ക്രോസ്. അങ്ങനെ ഏകദേശം ഒരു 10-15ഓളം വാഹനങ്ങൾ ശരിക്ക് ഈ ടയർ സൈസിൽ ഉണ്ട്. ഇത് ത്രെഡിൻ്റെ ഭാഗമാണ്. ഇതിപ്പോൾ ഇത്രയും 90-98% ത്രെഡ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് വരഞ്ഞതല്ല, ചെത്തിയതല്ല. പിന്നെ അതുപോലെ പഞ്ചറും ഉണ്ടാവില്ല. നൂൽ പഞ്ചർ ഇടയിലോ അല്ലെങ്കിൽ സൈഡിനൊന്നും പഞ്ചർ ഉണ്ടാവില്ല. പിന്നെ അതേപോലെ ഇത് എയർ കയറിയിട്ടുണ്ടാവില്ല, സൈഡാണ് എയർ കയറുക. ഇവിടെ ഈ സൈഡ് വാൾവിലാണ് എയർ കയറിയിട്ടുണ്ടാവില്ല. നല്ല സോഫ്റ്റ് റബ്ബറാണ് വരുന്നത്. പിന്നെ അതേപോലെ ബെൻഡും, ഇത് ഓടുന്ന സമയത്ത് ഇങ്ങനെ കുലുങ്ങുന്ന ഷെയ്ക്കാകുന്ന ഒരവസ്ഥയും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. അപ്പോൾ നല്ല പക്ക പെർഫെക്റ്റ് ടയറാണ്. 205/60/16. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് കാണിച്ചു കഴിഞ്ഞു. ത്രെഡിൻ്റെ ഭാഗം കാണിച്ചു, പിന്നെ അതേപോലെ സൈഡ് കൃത്യമായിട്ട് കാണിച്ചു, പിന്നെ അതേപോലെ കമ്പനി, പിന്നെ അതേപോലെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ട്യൂബ്ലെസ് ആണ്. കുറേ ആൾക്കാർ ചോദിക്കുന്നത് ട്യൂബ് ഇടേണ്ടി വരും. അങ്ങനെ കുറേ ആൾക്കാർ സംശയമാണ്, ടയർ പീടിയക്കാർക്ക് വരെ സംശയം വരുന്നൊരു സംഭവമാണ്. ട്യൂബ്ലെസ് ആണിത്, റേഡിയൽ ടയറാണ്. പിന്നെ അത് ട്യൂബ്ലെസ് ആവുമോ ഇല്ലോ എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പാർസലിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ചെക്ക് ചെയ്ത് ഡിസ്കിൽ കയറ്റി ട്യൂബ്ലെസ് ആക്കുന്ന ഇത് കാണാൻ പറ്റും. പിന്നെ അതേപോലെ ഇവിടെ ഷോപ്പിൽ ഫിറ്റ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഞാൻ ട്യൂബ്ലെസ് ആക്കി ഇട്ട് കൊടുത്ത്